ഉജ്ജ്വൽ യോജന, മുദ്ര യോജന, ജൻധൻ യോജന തുടങ്ങി 26-ൽ പരം പദ്ധതികളാണ് 2014-17 കാലയളവിൽ മോദി സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിൽ പലതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കർഷകർക്കും പെൻഷൻ അനുവദിക്കുന്ന പദ്ധതികളാണ്. നിരവധി ലോൺ ഇൻഷുറൻസ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ മോദി സർക്കാരിന്റെ വിജയത്തിന് കാരണമായ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഉജ്ജ്വൽ യോജന. BPL കാർഡുള്ളവർക്ക് LPG കണക്ഷൻ എന്നതായിരുന്നു പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സാമ്പത്തികമായി തന്നെ സഹായിക്കാൻ ഇത്രയധികം പദ്ധതികൾ ഉണ്ടായിട്ടും പട്ടിണിയുടെ കാര്യത്തിൽ രാജ്യത്ത് ഒരു കുറവുമില്ല എന്നാണ് ആഗോള പട്ടിണി സൂചിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 117 രാജ്യങ്ങളുടെ പട്ടികയിൽ 102-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യയുള്ളത്. പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ പാകിസ്ഥാനേക്കാൾ പരിതാപകരമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2014-ൽ 55-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 2018 എത്തിയപ്പോൾ 102-ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് നിലവിൽ ഇന്ത്യയുള്ളത്. 2015-ൽ 93-ാം റാങ്കായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ പിന്നീട് ഇത് ഇടിഞ്ഞു വരികയായിരുന്നു. പാകിസ്ഥാൻ 94-ാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത്. 2014 മുതൽ 2018 വരെയുള്ള ഡാറ്റയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2011-ൽ 67-ാം സ്ഥാനത്തും 2014-ൽ 55-ാം സ്ഥാനത്തുമായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. 2016-ൽ 97, 2018-ൽ 100 എന്നിങ്ങനെ പട്ടിണി കുറയ്ക്കുന്നതിൽ ഇന്ത്യ ഓരോ വർഷവും പിന്നോട്ടു പോകുകയാണ് ചെയ്തത്. ചൈൽഡ് വാസ്റ്റിംഗ് റേറ്റിൽ ഏറ്റവും പിന്നിലുള്ള രാജ്യവും ഇന്ത്യയാണ്. 20.8% ഇന്ത്യയുടെ ചൈൽഡ് വാസ്റ്റിംഗ് റേറ്റ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പിന്നിൽ പോയിരിക്കുകയാണ് ഇന്ത്യ എന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പിന്നിൽ പോയിരിക്കുകയാണ് ഇന്ത്യ. GHI പ്രകാരം 6-നും 23 മാസത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 9.6% മാത്രമാണ് മതിയായ പോഷകാഹാരം ലഭിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇത് 6.4% മാത്രമാണ്. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ നേടിയ പുരോഗതിയെ GHI പ്രശംസിക്കുന്നുണ്ട്. നേപ്പാളാണ് ഏറ്റവും അധികം നില മെച്ചപ്പെടുത്തിയ രാജ്യം. എത്യോപ്യയും ഉഗാണ്ടയും സിയറ ലിയോണും കോങ്കോയും അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷണത്തിന്റെ നിലവാരത്തെ ബാധിക്കുന്നുണ്ട് എന്നും പട്ടിണിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.